ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളൊക്കെ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാകും എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ആറ്റിങ്ങലിൽ വി മുരളീധരനും തൃശൂരിൽ സുരേഷ് ഗോപിയും പാലക്കാട് സി കൃഷ്ണകുമാറും NDA സ്ഥാനാർത്ഥികളാകുമെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. മറ്റ് മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കുന്ന സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും പാലക്കാട് ചേരുന്ന BJP ഇൻചാർജുമാരുടെ യോഗത്തിൽ ധാരണയായി. BJP ദേശീയ കൗൺസിലിന് മുൻപ് 6 or 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പത്തനംതിട്ടയിൽ PC ജോർജോ, ഷോൺ ജോർജോ സ്ഥാനാർത്ഥിയാകും. BDJS-ന് 3 സീറ്റ് നൽകാനാണ് തീരുമാനം. LDF-നും UDF-നും ഒരു മുഴം മുമ്പേ തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാകാനാണ് BJP തീരുമാനം. 17, 18 തീയതികളിൽ ദേശീയ കൗൺസിൽ ചേരുന്നതിന് മുമ്പ് 6 or 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. ആറ്റിങ്ങലിൽ വി മുരളീധരനും തൃശൂരിൽ സുരേഷ് ഗോപിയും പാലക്കാട് സി കൃഷ്ണകുമാറും സീറ്റ് ഉറപ്പിച്ചു. കുമ്മനം രാജശേഖരന്റെ പേര് സജീവമായി പരിഗണിച്ചിരുന്ന പത്തനംതിട്ടയിൽ PC ജോർജിനോ മകൻ ഷോൺ ജോർജിനോ നറുക്കുവീഴും. വയനാട് രാഹുൽ ഗാന്ധിയെങ്കിൽ BJP സംസ്ഥാനത്തെ കരുത്തനായ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കും. കൊല്ലത്ത് കുമ്മനം രാജശേഖരൻ, ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ എന്നീ പേരുകളാണ് പരിഗണനയിൽ. വടകര MT രമേശ്, പ്രഫുൽ കൃഷ്ണൻ, കോഴിക്കോട് ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, MT രമേശ്, കാസർഗോഡ് PK കൃഷ്ണദാസ്, പ്രകാശ് ബാബു, മഹിളാ മോർച്ച ദേശീയ എക്സിക്യൂട്ടീവ് അംഗം ML അശ്വിനി എന്നിവരെ പരിഗണിക്കുന്നു. കണ്ണൂരിൽ കോൺഗ്രസിൽ നിന്നെത്തിയ C രഘുനാഥ്, പ്രകാശ് ബാബു എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. മലപ്പുറം AP അബ്ദുള്ളക്കുട്ടി, പൊന്നാനി പ്രഫുൽ കൃഷ്ണൻ, നിവേദിത സുബ്രഹ്മണ്യം, ചാലക്കുടിയിൽ മേജർ രവി, AN രാധാകൃഷ്ണൻ, B ഗോപാലകൃഷ്ണൻ, ആലപ്പുഴയിൽ KS രാധാകൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ, എറണാകുളത്ത് അനിൽ ആന്റണി, മഹിളാ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിനീത ഹരിഹരൻ, BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ എന്നിവരാണ് പട്ടികയിൽ. തിരുവനന്തപുരത്ത് അവസാന നിമിഷം വരെ സസ്പെൻസ് തുടരാനാണ് സാധ്യത. രാജീവ് ചന്ദ്രശേഖരൻ, നിർമ്മല സീതാരാമൻ മുതൽ VV രാജേഷിന്റെ വരെ പേരുകൾ മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നു. കോട്ടയം സീറ്റ് BDJS-ന് നൽകും. BDJS-ന്റെ പക്കലുണ്ടായിരുന്ന മാവേലിക്കര മണ്ഡലത്തിൽ BJP സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപന് സാധ്യത കൽപ്പിക്കുന്നു. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സാധ്യത. PC ജോർജ് അല്ലെങ്കിൽ ഷോൺ ജോർജ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.